വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന വിധമുള്ള പാചക വിഭവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കിച്ചൺ ഹൈലൈറ്റ് എന്ന പരിപാടിയിലൂടെ മലയാളി ലൈഫ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാച്ചിയ മോരാണ്. ബാച്ചിലേഴ്സിനെയും വീട്ടമ്മമാർക്കും വെറും മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാവുന്ന വിഭവമാണിത്. തേങ്ങ വേണ്ടാത്ത മോരുകറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് ഇന്ന് നമുക്ക് കാണാം. വീട്ടിൽ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന വിഭവമാണ് കാച്ചിയ മോര്. ഇന്ന് നമ്മൾ 10 പേർക്കായുള്ള മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമനുസരിച്ച് ചേരുവകൾ കൂട്ടിയോ കുറച്ചോ എടുക്കാം. മോര് കാച്ചിയതിനായി വേണ്ടത് കട്ടത്തൈര് 1 കവർ. വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ ആവശ്യാനുസരണം എടുക്കാം. 3-4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക്, ഇതോടൊപ്പം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയാണ് മോര് കാച്ചാനായി വേണ്ടത്. കഴുകിയ ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ അരിയുക, ചതയ്ക്കുകയും ആവാം. പച്ചമുളക് നീളത്തിൽ കീറി വയ്ക്കാം. വറ്റൽമുളക് പൊടിച്ചു വയ്ക്കുക. തൈര് മിക്സിയിലിട്ടോ ബീറ്റർ ഉപയോഗിച്ചോ ഉടച്ചെടുക്കാം. മോര് കാച്ചാനായുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ ചൂടാക്കുക. എണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞ പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അല്പനേരം നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കുക. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കുക. ഉള്ളി നന്നായി മുരിഞ്ഞെന്ന് ഉറപ്പ് വരുമ്പോൾ അതിലേക്ക് ഉടച്ചു വെച്ച തൈര് ഒഴിക്കുക. എണ്ണയിൽ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തൈര് ഒഴിക്കാൻ. ഉള്ളി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ചെറിയ ചൂടിൽ തന്നെ തൈര് ഇളക്കാനും ശ്രദ്ധിക്കണം. ചെറിയ ചൂടിൽ തൈര് ഇളകി വരുമ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അത് സ്വാദിന് മാത്രമല്ല മോര് പിരിയാതിരിക്കാനും ഉപകരിക്കും. പിന്നീട് അടുപ്പിൽ അല്പനേരം കൂടി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഈ മോര് മാറ്റാവുന്നതാണ്. അധികം ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക.